വെൽക്കം. ഇന്ന് നമ്മൾ പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ റിവിഷനാണ് എടുക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് 30-35 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻസൊക്കെ പരിചയപ്പെടാം. ഇത് നമ്മൾ ലാഭേച്ഛയില്ലാത്ത ബിസിനസ് സ്ഥാപനങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ലാഭേച്ഛയില്ലാത്ത ബിസിനസ് സ്ഥാപനങ്ങൾ. ഇപ്പോൾ ലാഭേച്ഛയില്ലാത്ത എന്ന് പറഞ്ഞാൽ ലാഭം ഒട്ടും തന്നെ ആഗ്രഹിക്കാതെ സേവനമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അവരുടെ അക്കൗണ്ടുകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ലാഭേച്ഛയില്ലാത്തൊരു ബിസിനസ് സ്ഥാപനം പ്രധാനമായിട്ടും 3 ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റുകളാണ് തയ്യാറാക്കുക. ഒന്ന് പണം സ്വീകരിക്കൽ നൽകൽ അക്കൗണ്ട്, അതാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ പണം സ്വീകരിക്കൽ, പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പണം നൽകൽ. അപ്പോൾ പണം സ്വീകരിക്കൽ നൽകൽ അക്കൗണ്ടാണ് ഒരു അക്കൗണ്ട്. അത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ പണം സ്വീകരിക്കൽ നൽകൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണിത്. ഡേറ്റ് കോളം ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ സാധാരണ ഡേറ്റ് കോളം തരാറില്ല. അപ്പോൾ ഇവിടെ ഡെബിറ്റ് എന്ന് എഴുതുക, ഡെപ്റ്റർ, ഇവിടെ ക്രെഡിറ്റ് എന്ന് എഴുതുക. പണം സ്വീകരിക്കൽ അല്ലെങ്കിൽ പർട്ടിക്കുലേഴ്സ്, നിങ്ങളിവിടെ പർട്ടിക്കുലേഴ്സ് എന്ന് എഴുതുന്നതിന് പകരം പണം സ്വീകരിക്കൽ എന്ന് എഴുതുക. ഇവിടെ പണം നൽകൽ എഴുതുക. ഇവിടെ രണ്ടും എമൗണ്ട് കോളം. ഇതാണ് ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ പണം സ്വീകരിക്കൽ നൽകൽ അക്കൗണ്ടിൻ്റെ ഫോമാറ്റ്. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പണം സ്വീകരിക്കൽ എന്ന കോളത്തിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് മുൻ നീക്കിയിരിപ്പ്. മുൻ നീക്കിയിരിപ്പ്. ഇവിടെ 2 മുൻ നീക്കിയിരിപ്പുകൾ ഉണ്ടാവും. ഒന്ന് കൈവശമുള്ള ക്യാഷ്, കൈവശമുള്ള ക്യാഷ് അതിവിടെ എഴുതുക. ഇവിടെ ഇങ്ങനെ എമൗണ്ട് എഴുതാം. പിന്നെ ബാങ്കിലുള്ള ക്യാഷ്. ഇനി ഇംഗ്ലീഷിൽ കൈവശമുള്ള ക്യാഷിന് ക്യാഷ് ഇൻ ഹാൻഡ് എന്നും ബാങ്കിലുള്ള ക്യാഷിന് ക്യാഷ് ഇൻ ബാങ്ക് എന്നും പറയും. അത് രണ്ടും എഴുതി ഇവിടേക്ക് ടോട്ടൽ ചെയ്യാം. അതിനുശേഷം എല്ലാ സ്വീകരിക്കലുകളും എന്ന് പറഞ്ഞാൽ എല്ലാ വരവുകളും ഇവിടെ എഴുതാം. മുഴുവൻ വരവുകളും ഇവിടെ എഴുതാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇവിടെ മുഴുവൻ വരവുകളും ചേർക്കേണ്ടത് ചോദിച്ചാൽ ഓരോ ഇനങ്ങൾ വായിക്കുക, അത് വരവാണോ ചിലവാണോ എന്ന് നോക്കുക. വരവുകളെല്ലാം ഇവിടെ റെക്കോർഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ടോട്ടൽ ചെയ്തെഴുതാം. ഇനി ഈ ഭാഗത്ത് ആദ്യം എഴുതേണ്ടത് മുഴുവൻ ചിലവുകളും, എല്ലാ ചിലവുകളും ഇവിടെ റെക്കോർഡ് ചെയ്യുക. അവസാനം നീക്കിയിരിപ്പ് എന്ന് പറഞ്ഞിട്ട് കൈവശം എമൗണ്ട് കാണിക്കുക, ബാങ്കിൽ എമൗണ്ട് കാണിക്കുക. 2 എമൗണ്ട് ഉണ്ടെങ്കിൽ 2 എമൗണ്ടും കാണിക്കുക, ഇവിടെ എഴുതുക. ദെൻ ടോട്ടൽ ചെയ്യുക. ഇതാണ് ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണോ അത് വരവാണോ ചിലവാണോ എന്ന് മനസ്സിലാക്കിയിട്ട് എഴുതി ചേർക്കാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇതിന് മുന്നേ ചെയ്താണ്. അതിന് പറഞ്ഞാൽ വേറൊരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോട്ടിലേക്ക് എഴുതിയിരിക്കണം. താഴെ തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് പണം സ്വീകരിക്കൽ നൽകൽ അക്കൗണ്ട് തയ്യാറാക്കുക. 31/12/2014 പണം സ്വീകരിക്കൽ നൽകൽ അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. ഈ ലാഭേച്ഛയില്ലാത്ത സ്ഥാപനത്തിൻ്റെ പേര് മെജസ്റ്റിക് ക്ലബ് എന്നാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ ക്ലബിൻ്റെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പേര് തരും. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. നിങ്ങൾ ഓരോ ഐറ്റംസ് വായിക്കുക, അത് ഏത് സൈഡിലാണ് നോക്കുക. കൈവശമുള്ള പണം 1/1/2014 480. അതേതാണെന്നറിയോ? ഇതാണ് ഓപ്പണിംഗ് ബാലൻസ്, മുൻ നീക്കിയിരിപ്പ്. കൈവശമുള്ള പണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ 480 എഴുതാം. പിന്നെ ബാങ്കിലുള്ള പണം 1/1/2014 എന്ന് പറഞ്ഞാൽ അത് ഓപ്പണിംഗ് ആണ്, 1600. അതിവിടെ എഴുതണം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെയും ക്ലോസിംഗ് ബാലൻസ് ഇവിടെയാണ് ഉണ്ടാവുക. വരിസംഖ്യ എന്ന് പറയുമ്പോൾ അത് ക്ലബിലേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? സ്വീകരിക്കലാണ് അല്ലേ? ഇപ്പോൾ സ്വീകരിക്കൽ. സംഭാവന, ആരൊരാൾ സംഭാവന തന്നു, സ്വീകരിക്കൽ. പ്രവേശന ഫീസ്, ഒരു മെമ്പർ പ്രവേശന ഫീസ് തന്നു, സ്വീകരിക്കൽ. ഹാളിൻ്റെ വാടക എന്ന് പറഞ്ഞാൽ ഈ ക്ലബിന് ഒരു ഹാളുണ്ട്. ആ ഹാൾ ഇവർ
ഒരു കൂട്ടർക്ക് വാടകയ്ക്ക് കൊടുത്തപ്പോൾ അത് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് സ്വീകരിക്കൽ. പിന്നെ പറയുന്നത് എന്താണ്? ഇൻഷുറൻസ് പ്രീമിയം. ഇൻഷുറൻസ് പ്രീമിയം ഇവർ അടച്ചതായിരിക്കും, അപ്പോൾ അത് നൽകൽ. ലോക്കർ വാടക. ലോക്കർ വാടക എന്ന് പറയുമ്പം ഇവർക്ക് ലോക്കർ ഉണ്ടാവും, അതിന് അങ്ങനെയാണ്. ലോക്കർ വാടക ഇവർക്ക് കിട്ടിയതാണ്, അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. ലോക്കർ വാടക കിട്ടിയതെന്ന് പറയുന്നുണ്ട്, അപ്പോൾ അത് നൽകൽ. പിന്നെ കൈവശമുള്ള പണം 31/12/2014 എന്ന് പറയുമ്പോൾ അത് ക്ലോസിംഗ് ആണ്, അത് നൽകൽ എന്ന ഭാഗത്താണ് എഴുതേണ്ടത്. വൈദ്യുതി ചെലവ് നൽകൽ, നികുതി നൽകൽ, ശമ്പളം നൽകൽ, സെക്രട്ടറിയുടെ ശമ്പളം നൽകൽ. നിക്ഷേപത്തിന്മേലുള്ള പലിശ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്ഥാപനത്തിന് ബാങ്കിൽ നിക്ഷേപമുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിക്ഷേപമുണ്ട്, ആ നിക്ഷേപത്തിന് പലിശ കിട്ടി, അപ്പം സ്വീകരിക്കലാണ്. പ്രിൻറ്റിങ് നൽകലാണ്, ചെറിയ ചെലവുകൾ നൽകലാണ്. അപ്പം നൽകലുകളും സ്വീകരിക്കലും കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ 2 കോളം വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പണം സ്വീകരിക്കൽ, നൽകൽ, അക്കൗണ്ട് കേട്ടോ. പേരെന്തേനു? മജസ്റ്റിക് ക്ലബ്. അപ്പോൾ മുകളിൽ വേണമെങ്കിൽ മജസ്റ്റിക് ക്ലബ് എന്ന് കൊടുക്കുക. ഇവിടെ 31/12/2014. അപ്പോൾ ഇവിടെ നമുക്ക് സ്വീകരിക്കലാണല്ലോ, അപ്പോൾ സ്വീകരിക്കൽ. ഇവിടെ എമൗണ്ട്, നൽകൽ, എമൗണ്ട്, എന്നിട്ട് അവിടെ അണ്ടർലൈൻ ചെയ്യാം. അതിനുശേഷം സ്വീകരിക്കൽ എപ്പോഴും ആദ്യം തുടങ്ങേണ്ടത് മുൻ നീക്കിയിരിപ്പാണ്. അപ്പം മുൻ നീക്കിയിരിപ്പ്, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ മുൻ നീക്കിയിരിപ്പ് 2 ഉണ്ട്. ഒന്ന് കൈവശമുള്ള പണം, അപ്പം കൈവശമുള്ള പണം എത്രയാണ്? കൈവശമുള്ള പണം എന്ന് പറയുന്നത് 450. ബാങ്കിലുള്ള പണം 1600. അപ്പോൾ ടോട്ടൽ 2050. ശരി. അതിനുശേഷം സ്വീകരിക്കലെല്ലാം ഇവിടെ എഴുതുക. ഏതൊക്കെ സ്വീകരിക്കലുള്ള? വരിസംഖ്യ 3940, സംഭാവന 1000, പ്രവേശന ഫീസ് 450. ഓക്കെ, പിന്നെ സ്വീകരിക്കൽ വാടക, ഹാളിൻ്റെ വാടക എഴുതാം കേട്ടോ, 600. പിന്നെ നിക്ഷേപത്തിൻ്റെ പലിശ, നിക്ഷേപത്തിന്മേലുള്ള പലിശ എത്രയാണ്? 350. പിന്നെ ലോക്കർ വാടക കിട്ടിയതാണ്, നൽകിയതാണെങ്കിൽ മറ്റേ കോളത്തിലാണ് വരിക. ഓക്കെ, ഇത്രയും ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഇനി നൽകൽ കോളത്തിൽ എല്ലാ നൽകലുകളും ആദ്യം എഴുതുക, പിന്നെ ക്ലോസിംഗ് ബാലൻസ് എഴുതാം. അപ്പോൾ അതിൽ വൈദ്യുതി ചെലവ് എത്രയാണ്? 350. ഓക്കെ, പിന്നെ നികുതി 100. ശമ്പളം എത്രയാണ്? 2650. പിന്നെ സെക്രട്ടറിയുടെ വേതനമാണ്, സെക്രട്ടറിയുടെ ശമ്പളം. അത് വേതനം എന്ന് പറഞ്ഞാലും ശമ്പളം എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ, കൂലിയാണ്, മറ്റേ മാസത്തിലാണെന്ന് അർത്ഥം. പ്രിൻറ്റിങ് 150. ചെറിയ ചെലവുകൾ 100. പിന്നെ ഇൻഷുറൻസ് പ്രീമിയം 90. എല്ലാം കഴിഞ്ഞു. അതിനുശേഷം നീക്കിയിരിപ്പ് 2 നീക്കിയിരിപ്പ് ഉണ്ടാവും എപ്പോഴും, കൈവശമുള്ളതും ബാങ്കിലുള്ളതും. ഇവിടെ കൈവശമുള്ളത് തന്നിട്ടുണ്ട് 1350, ബാങ്കിലുള്ളത് തന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ കണ്ടുപിടിക്കുക 2 സൈഡത്തിൽ. അപ്പോൾ ഇത് കൂട്ടുന്നു. ഏറ്റവും കൂടുതൽ ഈ സൈഡാണുള്ളത്, 9590 കേട്ടോ വരുന്നത്, 9590. ഇവിടെ എന്തായാലും 9590 ഉണ്ടാവില്ല, എന്നാലും ടോട്ടൽ എപ്പോഴും 2 സൈഡിലും ഒന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എത്രയാണ് ഇവിടുത്തെ ടോട്ടൽ? ഈ 1350 ഒക്കെ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ടോട്ടലിനോട്
എത്ര കൂട്ടിയാലും ഇത് കിട്ടുക? അപ്പോൾ അവിടുത്തെ ബാലൻസ് 4500. അപ്പോൾ ബാങ്കിലുള്ള പണം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇങ്ങനെയാണ് പണം സ്വീകരിക്കാൻ നൽകൽ അക്കൗണ്ട് ചെയ്യാം.